ഉജ്ജയിനിൽ സിഫ്ര നദിക്കരയിലുള്ള ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. സിഫ്ര നദിയുടെ രണ്ട് കരകളിലും ധാരാളം ക്ഷേത്രങ്ങൾ കാണുന്നു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഈ സിഫ്ര ആരത്തി നടത്തും. ഈ വെള്ളത്തിൽ ബോട്ടിങ് നടത്തുകയാണ്. വേണമെന്നുള്ളവർ ബോട്ടിങ് പോകുന്നുണ്ട്. ഇവിടെ കുളിക്കാൻ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം, അതുകൊണ്ട് എല്ലാവരും കുളിക്കുകയാണ്. ഉജ്ജയിനിൽ ഉള്ള പുണ്യ നദിയാണ് ഈ സിപ്ര. ഇതിനെ സിപ്ര ഗംഗ എന്നും പറയും. ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറത്ത് ത്രിവേണി സംഗമം ഇരിക്കും. അവിടെ ഈ സിപ്രയുടെ കൂടെ നർമ്മദയും ഖാൻ എന്നുള്ള ഒരു നദിയും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. അലഹാബാദിൽ ത്രിവേണി സംഗമം ഇരിക്കുന്നത് മാതിരി ഇവിടെയും ഒരു ത്രിവേണി സംഗമം. ഇവിടെ ഈ നദിയിൽ കുംഭമേള 12 കൊല്ലത്തിനൊരിക്കൽ കുംഭമേള നടത്തും. ഹരിദ്വാർ കുംഭമേള, നാസിക് കുംഭമേള, അലഹബാദ് കുംഭമേള, ഉജ്ജയിൻ കുംഭമേള സമയത്ത് ഒരേ തിരക്ക് ജാസ്തിയായിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം വന്നിരുന്നു കുംഭമേള സമയത്ത്. ഇവിടെ ശിവൻ മഹാകാൽ എന്ന് പറയുന്ന ജ്യോതിർലിംഗം. ഇവിടെ കാശിമാരി ഇവിടെ പല പരിഹാര സ്ഥലങ്ങളുണ്ട്. ഇവിടെ ചെവ്വായ് ദോഷമുള്ളവർക്ക് പരിഹാരം ചെയ്യാൻ മംഗൾനാഥ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അവിടെ ആയിരക്കണക്കായിട്ടുള്ള ജനങ്ങൾ ദിവസം വന്ന് ഈ പരിഹാര പൂജയൊക്കെ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇതുപോലെ ത്രിവേണി സംഗമത്തിൻ്റെ അടുത്ത് ശനീശ്വരൻ വലിയ ക്ഷേത്രം. നിറയെ പേര് ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ ഇത് അതിനേക്കാട്ടിലും വലിയ ക്ഷേത്രമാണ് ഇവിടെ ശനീശ്വരനുള്ളത്. ഒരു ശനിയാഴ്ചയും ആയിരക്കണക്കായിട്ടുള്ള ജനങ്ങൾ വരും. ഇവിടെ അന്നദാനവും ചെയ്യുന്നുണ്ട് ശനീശ്വരൻ ക്ഷേത്രത്തിൽ. ശനി, രാഹു, കേതു ദോഷങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഇത് അവിടെ ഉണ്ട്. അതേമാതിരി ഇവിടെ ഉജ്ജയിനിലെ മഹാകാളി, കാളിദാസ് അനുഗ്രഹം ചെയ്ത കാളി, ഗഡ് കാളി എന്ന് പറയുന്ന ഒരു ശക്തി, 108 ശക്തി സ്ഥലങ്ങളിലുള്ള ഒരു ക്ഷേത്രം. അവിടെയാണ് കാളി ദർശനം കൊടുത്ത് ഈ ആട്ടിടയനായിരുന്ന ആളിനെ മഹാകവി കാളിദാസ് എന്നാക്കി. അതിൻ്റെ അടുത്ത് മത്സ്യേന്ദ്രനാഥുടെ ആശ്രമമുണ്ട്. മത്സ്യേന്ദ്രനാഥ് അത് ഹഠയോഗ പ്രദീപിക എഴുതിയ മത്സ്യേന്ദ്രനാഥ്. ശിവനും പാർവതിയും കൈലാസത്തിൽ ഇരുന്നപ്പോൾ അവിടെ ഇരുന്ന് മാനസരോവർ കരയിൽ ശിവൻ പാർവതിക്ക് യോഗ അഭ്യാസങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പാതിയിൽ ഉറങ്ങിപ്പോകും. പക്ഷേ ആ മാനസരോവറിലുള്ള ഒരു മീൻ അതിനെ കേട്ടോണ്ടിരിക്കും. അത് ഫുള്ളാக കേട്ടത് കൊണ്ട് ശിവൻ ആ മത്സ്യത്തെ ഋഷി ആക്കി. അങ്ങനെ മത്സ്യേന്ദ്രനാഥ് അയ്യര് ഉടനെ ശിവൻ നേരെ ഉജ്ജയിനിൽ വന്ന് താമസിച്ച് ഇവിടെ ശിഷ്യന്മാർക്ക് നവനാഥ സിദ്ധர்கள் അവർക്ക് ക്ലാസ് എടുത്തു. അത് സമാധി അവിടെ ഇരിക്കുകയാണ്. അതുപോലെ ഉജ്ജയിനിൽ വിക്രമാദിത്യൻ അനുഗ്രഹം പെറ്റ കാളി ക്ഷേത്രവും, വിക്രമാദിത്യൻ്റെ അവരുടെ ചേട്ടനും ഒരു ഭൂമിൻ്റെ അടിയിൽ പാതാള ഗുഹയിലിരുന്ന് തപസ് ചെയ്ത് മുക്തി നേടിയ സ്ഥലം ഇവിടെ ഉണ്ട്. എൻ്റെ അടുത്ത് രണമുക്തേശ്വർ എന്നൊരു ക്ഷേത്രം. രണമുക്തേശ്വർ എന്ന് വെച്ചാൽ കോർട്ട് കേസുകൾ ജയിക്കാനും കടം ശല്യത്തിൽ നിന്ന് വിടുപെടാനും അനുഗ്രഹിക്കുന്ന ശിവനാണ് അവിടെ ഇരിക്കുന്നത്. രണമുക്തേശ്വരർ.
ഇങ്ങനെ പല സുമാർ 19 സ്ഥലങ്ങൾ ഞാൻ പോയി ദർശനം ചെയ്തു. ചിന്താമണി ഗണേഷ്, ബഡാ ഗണേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ വിഘ്നേശ്വരർ, സങ്കടഹര വിനായകർ, ഹരസിദ്ധി മാത എന്നുള്ള ഒരു ശക്തിപീഠം, അവിടെ ശ്രീകൃഷ്ണൻ വന്ന് പ്രതിഷ്ഠ ചെയ്തതായിട്ടുള്ള വരലാറ് കാണുന്നുണ്ട്. അതുമാത്രമല്ല, ശ്രീകൃഷ്ണൻ വന്ന് പഠിച്ച സാണ്ടീപനി ആശ്രമം ഇവിടെയാണ് ഇരിക്കുന്നത്. ശ്രീകൃഷ്ണൻ, ബലരാമൻ, കുചേലൻ എന്നിട്ട് ഇവരൊക്കെ ഇന്ന് പഠിച്ച ആശ്രമത്തിൽ പോയിരുന്ന അവിടെ ഗുരുകുലത്തിൽ എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നെന്നുള്ള ഡീറ്റെയിൽ എക്സിബിഷനായിട്ടുണ്ട്. എക്സിബിഷനും കണ്ട് അത് കാണാൻ നല്ല ഒരു സ്ഥലമായിട്ട്. അതുകൊണ്ട് ഈ ഉജ്ജയിനിൽ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളാണ് കൂടുതൽ വരുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്, കേരള എന്നുള്ളവർക്ക് ഇവിടെയുള്ള പ്രസിദ്ധികൾ അത്രയ്ക്കും പരിചയമില്ലാത്തത് കൊണ്ട് ആളുകൾ വരുന്നില്ല. ഞാനിവിടെ ഒരു ഒരു 5 വീക്സ് പ്രോഗ്രാമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ക്ലാസ് എടുക്കുകയും നമ്മുടെ ശിഷ്യന്മാർ വരുന്നുണ്ട്, സ്റ്റുഡൻസ്. അവർക്ക് എല്ലാം ചുറ്റി കാണിച്ചു കൊടുക്കാനും വേണ്ടി താമസിച്ചിരിക്കുകയാണ്. മെയ് മാസം 20-ാം തീയതി വരെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഉജ്ജയിൻ വരണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ അവർക്ക് താമസിക്കാനുള്ള അറേഞ്ച്മെൻറ്റും സൗത്ത് ഇന്ത്യൻ ഫുഡ് എവിടെ കിട്ടുന്നുള്ള ഡീറ്റെയിൽസും ദർശനത്തിനുള്ള അറേഞ്ച്മെൻറ്റും ചെയ്യാനുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഈ നദിക്കരയിൽ ഈ ദീപാഞ്ജലി പൂജ ആരതി നടത്താൻ പോവുകയാണ്. അത് മറുകരയിലാണ് നടക്കുന്നത്. ഗംഗയിലാവുമ്പോൾ ഒവ്വൊരു സെറ്റിൽ 5 പേര് 7 പേര് എന്നുള്ള പൂജകൾ ചെയ്യും. ഇവിടെ 2 പേര് ചെയ്യുന്നുണ്ട്. ആരതി ഒരു പ്രത്യേക സ്റ്റൈലിലിരിക്കും. കാണാൻ കൂടിയുള്ള കൂട്ടമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ 2 വശത്തും ഈ ആർത്തി, ഈ ശിപ്ര നദിക്ക് ചെയ്യുന്ന ആർത്തി കാണാനുള്ള കൂട്ടമാണ്. ഇപ്പോൾ അവർ മേളതാളത്തോട് തുടങ്ങി. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു നല്ല ശുദ്ധമായിട്ടുള്ള ജലമായതുകൊണ്ട് പിടിയ ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കരകൾ കാശി മാതിരി പല കിലോമീറ്റർ നീളത്തിന് കെട്ടിയിട്ടിരിക്കുകയാണ്. എത്ര ജനങ്ങൾ കുംഭമേളയ്ക്ക് വന്നാലും ഏതൊരു പ്രയാസമില്ലാതെ കൂട്ടത്തെ കൺട്രോൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ആരതിയെ കാണാൻ പോവുകയാണ്. ആരതി ദർശനം ഇപ്പോൾ ചെയ്യാം.